ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ളൊരു ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കുമ്പിളപ്പം, മത്തിമുളകിട്ടതും, പാലപ്പോ, പിന്നെ മാവരച്ചു, അങ്ങനെ ഓരോ ജോലിയാണ് കേട്ടോ കാണിക്കുന്നത്. തേങ്ങയിലേക്ക് ശർക്കരപ്പൊടിയും കുമ്പിളപ്പത്തിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കയ്യിലുള്ളതിനെ കൊണ്ട് അത് ചേർക്കുന്നതന്നേ ഉള്ളൂ. ശർക്കര ഉരുക്കി ചേർത്താലും മതി. ഒരു മുറി തേങ്ങയിലേക്ക് ഒരു 3 സ്പൂണോളം ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക തേങ്ങയായിട്ട്. ഏലക്കായ് പൊടിച്ചതും അതിൽ ചേർത്തിട്ടുണ്ട്. ചക്ക വരട്ടിയതാണ് കേട്ടോ. ചക്കയുള്ള സമയത്ത് പഴുത്ത ചക്ക നല്ലോണം ശർക്കരയും ഏലക്കായൻ്റെ പൊടിയും ചുക്ക് പൊടിയും ഒക്കെ ചേർത്ത് നല്ലോണം വരട്ടി വെച്ചതാണ്. അത് അരിപ്പൊടി നല്ലരിയും പച്ചരിയും കൂടി പൊടിച്ച പൊടിയാണ്, പത്തിരിപ്പൊടിയാണ്. അതിലേക്ക് ചക്ക വരട്ടിയത് ചേർത്താണ് കേട്ടോ കുഴച്ചത്. തിരുപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിളപ്പത്തിന് ഫില്ല് ചെയ്യാം. അത് പ്ലാവിലാണ് എടുത്തത്. വായനയില ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ വായനയിലില്ലാത്തതിനെ കൊണ്ടാണ്. ഇതുപോലെ കുമ്പിള് കുത്തിയ പോലെ ആക്കിയിട്ട് തേങ്ങയും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഇനി അത് ആവശ്യം പോലെ വേവിച്ചു. കുമ്പിളപ്പം റെഡിയായ ഇനി നമുക്ക് മത്തിയാണ്, നല്ല മത്തി കിട്ടിയിരുന്നു, നല്ല നെയ്യുള്ള മത്തിയും കിട്ടിയിരുന്നു. അത് കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഇത് വെള്ളാപ്പത്തിന് മാവരക്കാണ്. പച്ചരിയും തേങ്ങയും ചോറും ഒരു 2 സ്പൂൺ പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്താണ് അരക്കുന്നത്. ഇതെല്ലാം അരച്ച് അടച്ച് വെച്ച് അത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി മത്തി മുളകിടാം. ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 തക്കാളി എല്ലാം കൂടെ ആദ്യം വറുത്തിട്ടല്ല വെക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. 3 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർക്കുക. 2 ചെറിയ തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തു. വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർക്കണം. പിന്നെ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതും ചേർക്കുക. അല്പം എണ്ണയും ഒഴിച്ച് കൊടുക്കുക. എണ്ണയല്ല, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടെ നമുക്ക് വേവാൻ വേണ്ടി മാറ്റി വെക്കാം. വെന്ത് നല്ലപോലെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. അതിനുശേഷം നമുക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കാം. നല്ല നെയ്യുള്ള നല്ല മത്തിയാണ് കേട്ടോ, ഫ്രഷ് മത്തിയാണ്. ഞാൻ ആരെങ്കിലും കറി വെക്കാറുണ്ടോ? ആദ്യം വഴറ്റിയിട്ടല്ലാതെ ഞാൻ എല്ലാ രീതിയിലും വെക്കും കേട്ടോ. എനിക്കിങ്ങനെയാണ് മത്തി കറി വെച്ചാൽ ഇഷ്ടം, കാരണം നെയ്യുള്ള മത്തിയല്ലേ. അതിലൊരു നെയ്യ് പോലെ ഇങ്ങനെ വരും ഊറിയിട്ട്, അതുകൊണ്ടാണ് മത്തി ഇങ്ങനെ വെക്കുന്നത്. പിന്നെ പത്തിരി ചുടുകയാണ് കേട്ടോ. രാത്രിയത്തേക്ക് മീൻകറിയും പത്തിരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ.
വേറെന്തൊക്കെയാണ് വിശേഷം? മത്തി കറി വെച്ചു, കുമ്പളപ്പായി, പത്തിരിയായി, എല്ലാം റെഡിയായിട്ടോ.